KSEBയുടെ നഷ്ടം തീർക്കാൻ ഒരു പുതിയ നീക്കം നടത്തുന്ന വാർത്തയിലേക്കാണ് ഇനി നമ്മൾ പോകുന്നത്. 2024 വരെ ഉണ്ടായ നഷ്ടം ഉപഭോക്താക്കളിൽ നിന്ന് 2027 മുതൽ തിരിച്ചുപിടിക്കാനാണ് നിർദ്ദേശം. പകൽ കുറഞ്ഞ നിരക്കും രാത്രിയിൽ ഉയർന്ന നിരക്കും ഈടാക്കാനാണ് ശുപാർശ. അടുത്ത 5 വർഷത്തെ നിരക്ക് പരിഷ്കരണത്തിനുള്ള കരടാണ് പുറത്തു വന്നിരിക്കുന്നത്. കൂടുതൽ വിവരങ്ങളുമായി എബി ചേരുന്നു തിരുവനന്തപുരത്ത് നിന്ന്. എബി, KSEBയുടെ കെടുകാര്യസ്ഥതയ്ക്ക്, അതായത് ഉയർന്ന വിലയ്ക്ക് വൈദ്യുതി വാങ്ങുന്നത് ഉൾപ്പെടെയുള്ള കെടുകാര്യസ്ഥതയ്ക്ക്, അതുമൂലം വന്ന സാമ്പത്തിക ബാധ്യതയ്ക്ക് സാധാരണ ജനങ്ങൾ സമാധാനം പറയേണ്ട, അല്ലെങ്കിൽ അവരുടെ പോക്കറ്റിൽ നിന്ന് പണം കവർന്നെടുക്കുന്നൊരു സാഹചര്യത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. 2027 മുതൽ പ്രാബല്യത്തിലാക്കാനുള്ള കരട് നിർദ്ദേശങ്ങളാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ഇതിൽ പറഞ്ഞിരിക്കുന്ന നിർദ്ദേശങ്ങൾ എങ്ങനെയാണ് ജനങ്ങളെ സാരമായി ബാധിക്കുക? ജനങ്ങൾക്ക് വലിയ രീതിയിലുള്ള അധിക ഭാരം ഏൽപ്പിക്കുന്ന തരത്തിലേക്കുള്ള നടപടികളാണ് ഈ ഒരു തീരുമാനത്തിലൂടെ, അത് പ്രാബല്യത്തിൽ വരുന്നതോടുകൂടി ഉണ്ടാവുക എന്നുള്ളതാണ്. എന്തായാലും ഈ ഒരു നിർദ്ദേശങ്ങൾ, ഇതിൽ പറഞ്ഞിരിക്കുന്ന നിരവധിയായിട്ടുള്ള നിർദ്ദേശങ്ങളുണ്ട്. അതിൽ ഏതാണ്ട് യൂണിറ്റിന് 1 രൂപ വരെ അധികമായിട്ടുള്ള നിരക്ക് ഏർപ്പെടുത്തേണ്ട തരത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്നുള്ളതാണ് പ്രധാനമായും ഈ നിർദ്ദേശങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്. ഒപ്പം തന്നെ അതിൽ പറയുന്നത് 2027 മുതൽ 31 വരെയുള്ള 5 വർഷക്കാലം കൊണ്ട് ഈ KSEBക്ക് ഉണ്ടായിട്ടുള്ള നഷ്ടം അത് തിരിച്ചു പിടിക്കുക എന്നുള്ളൊരു നിർദ്ദേശം സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്ന് വന്നിട്ടുണ്ട്. അതിൻ്റെ കൂടി പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് റെഗുലേറ്ററി കമ്മീഷൻ എത്തുന്നത് എന്നുള്ളതാണ്. അപ്പലേറ്റ് കമ്മിറ്റിയും ഇതുമായി ബന്ധപ്പെട്ട ഒരു നിർദ്ദേശം, അതിനൊരു പച്ചക്കൊടി കാണിക്കുന്ന സ്ഥിതി കൂടി ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് പറയുന്നത്, പകൽ സമയത്ത് കൂടുതൽ ഉപയോഗിക്കുന്ന വൈദ്യുതിക്ക് കുറഞ്ഞ നിരക്കും, രാത്രി അതായത് പീക്ക് ടൈമിൽ ഉപയോഗിക്കുന്ന വൈദ്യുതിക്ക് കൂടിയ നിരക്കും ഏർപ്പെടുത്തുക എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് എത്തുന്നു കാര്യങ്ങൾ എന്നുള്ളതാണ്. അതുപ്രകാരം ചൂണ്ടിക്കാണിക്കുന്ന പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത്, ഇത്തരത്തിൽ ഒരു രാത്രിയിൽ പീക്ക് സമയത്ത് ഉപയോഗിക്കുന്ന വൈദ്യുതിക്ക് ആ സമയത്ത് വൈദ്യുതി ആവശ്യകതയിൽ കുറവുണ്ടാക്കുക എന്നുള്ളതാണ് പ്രധാനമായും ഒരു ലക്ഷ്യമായി മുന്നോട്ട് വയ്ക്കുന്നത്. ഒപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ട് വൈദ്യുതി പുറത്തുനിന്ന് വാങ്ങുന്ന ഒരുപാട് നടപടികൾ നമുക്ക് നടക്കുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളിൽ പുനഃക്രമീകരണങ്ങൾ വരുന്നു എന്നതും എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. ഒപ്പം ഇതിൽ ഏതെങ്കിലും തരത്തിലുള്ള കരാറുകൾ, അത് ഇടക്കാല കരാറായിക്കോട്ടെ ദീർഘകാല കരാറായിക്കോട്ടെ, ആ കരാറുകൾ ഏർപ്പെടുന്ന പശ്ചാത്തലത്തിൽ അതിൽ നേരത്തെ തന്നെ മുൻകൂറായിട്ടുള്ള അനുമതി അതിന് വേണം എന്നുള്ള ഒരു തീരുമാനം, അല്ലെങ്കിൽ ആ ഒരു നിർദ്ദേശം ഇതിൽ വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. ഒപ്പം തന്നെ ഫിക്സഡ് ചാർജ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നിലവിൽ ഉള്ള സാഹചര്യമാണ്. അതുൾപ്പെടെ വലിയ രീതിയിലേക്ക് മാറുന്ന, അതിലുൾപ്പെടെ വർധനവുണ്ടാകുന്ന ഒരു സ്ഥിതി തന്നെയാണ് ഈ നിർദ്ദേശങ്ങളിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നത്. താപ ജല വൈദ്യുതി നിലയങ്ങളിൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന രീതി, അതിൽ ഉപയോഗിക്കുന്ന വെള്ളം ഉപയോഗിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ, നടപടികളൊക്കെ തന്നെ ഉണ്ടാകണമെന്നുള്ള നിർദ്ദേശവും ഇതോടൊപ്പം തന്നെ ചേർത്ത് വെക്കുന്നുണ്ട്. എന്തായാലും ഇതിൽ ജനങ്ങൾക്കും അഭിപ്രായം പറയാനുള്ള അവസരമുണ്ട് എന്നുള്ളതാണ്. സെപ്റ്റംബർ 18 വരെ അതിനുള്ള അവസരമുണ്ട്. അതെല്ലാം കൂടി പരിഗണിച്ച ശേഷമായിരിക്കും അന്തിമ തീരുമാനത്തിലേക്ക് എത്തുക. അപ്പോഴായിരിക്കും ഈ 5 വർഷം നടത്താനിരിക്കുന്ന ഈ ക്രമീകരണങ്ങൾ, അതായത് ഈ വൈദ്യുതി നിരക്കിൽ ഉൾപ്പെടെ ഉണ്ടാകുന്ന വർധനവ് എപ്രകാരമായിരിക്കും എന്നതിനെക്കുറിച്ചുള്ള കൃത്യമായിട്ടുള്ള വിവരം ലഭ്യമാകുക. ഇതിപ്പോൾ ഉണ്ടായിരിക്കുന്നത് കരട് നിർദ്ദേശം മാത്രമാണ്. എബി ജോൺ തോമസ് ആണ് വിശദാംശങ്ങൾ നൽകിയത്.